ക്രിസ്തുയേശു നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. ഇപ്രകാരം ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. ഇപ്രകാരം ദൈവവചനം പറയുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന അവസരം വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഞങ്ങളുടെ താഴ്ചയെ ഞങ്ങളെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന സങ്കീർത്തനക്കാരൻ പാടിയ പ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമ്മെ താഴ്ചയിൽ ഓർക്കുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിൻ്റെ സാക്ഷിയായി മാറുവാൻ കർത്താവ് തന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഈ നാളുകളിൽ ഈ ശുശ്രൂഷയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമേ. ഷാലോം മിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കൾ ഉണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോടുള്ള സ്നേഹം, നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഈ മീഡിയയിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ ചില നാളുകളായിട്ട് പഴയ നിയമ ദേവാലയം അഥവാ സമാഗമന കൂടാരം എന്നുള്ള വിഷയമാണ് ധ്യാനിച്ചു വന്നത്. ആ ദേവാലയത്തിൻ്റെ അകത്തെ ഓരോരോ ഉപകരണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വന്നു. അപ്രകാരം ചിന്തിച്ചു വന്നതിന് ശേഷം നമ്മൾ ദേവാലയത്തിൻ്റെ അകത്തേക്ക് വരുന്ന ഒരാൾക്ക് അതിൻ്റെ മൂടുവിരികൾ ശ്രദ്ധേയമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിന് 4 മൂടുവിരികൾ അതിന് ദൈവം ക്രമീകരിച്ചു കൊടുത്തെങ്കിലും അകത്തായി ദൈവം ക്രമീകരിച്ചു വെച്ചിരുന്ന ആ മൂടുവിരിയായ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്ന കെരൂബുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കെരൂബുകൾക്ക് ദൈവം അവിടെ കൊടുത്തതിൻ്റെ കാരണം പല കാരണങ്ങളുണ്ട്. അതിലെ ചില കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചത്, ദേവാലയത്തിൽ ഒരാൾ കയറി വരുമ്പോൾ ആ ദേവാലയത്തിനകത്ത് കയറി നിന്ന് മുകളിലേക്ക് താൻ നോക്കുമ്പോൾ അവിടെ ഇതാ ചിറക് വിടർത്തി നിൽക്കുന്ന കെരൂബുകളെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവിക സംരക്ഷണത്തെയാണത് കാണിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവിക സംരക്ഷണത്തിലേക്ക് ഒരാൾ വരികയാണ്. ദൈവാലയത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം അദ്ദേഹത്തിനുണ്ട് എന്ന്, ആ ചിറകുകളുടെ മറവിലാണ് താൻ വരുന്നത്, ചിറകുകൾ കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം അവന് ഓർമ്മയിലേക്ക് വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമുക്കിവിടെ ശ്രദ്ധേയമായ കാര്യം, അങ്ങനെ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ദൈവിക സംവിധാനമാണ് ദൈവസഭ എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ആര് ദൈവസ്ഥനിലേക്ക് ഓടി വന്നാലും അവർക്ക് സംരക്ഷണം കൊടുക്കുവാൻ മതിയായ ഒരു ചിറക് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തോട് അടുത്തെല്ലുവാനായിട്ട് ഭയമുള്ളവരായിരിക്കുമ്പോൾ ദൈവാത്മാ നമ്മോട് പറയുന്ന ഒരു കാര്യം, ചിറകിൻ്റെ മറവിലേക്ക് മറയുക, ദൈവസ്ഥനിലേക്ക് ഓടി വരിക. അവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും തരുവാൻ അവിടുന്ന് മതിയായവനായ ദൈവമാണ്. അതുകൊണ്ട് ദേവാലയത്തിൽ വരുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കുവാൻ, നിങ്ങളുടെ തലമുറകളെ സംരക്ഷിക്കുവാൻ, നിന്റെ ആൺകുഞ്ഞിനെ സംരക്ഷിക്കുവാൻ, വിദൂരത്തായിരിക്കുന്നതിന് പെൺകുഞ്ഞിന് ചുറ്റും ആമേൻ അവന്റെ ചിറകൊണ്ട് മറയ്ക്കുവാൻ അവിടുന്ന് മതിയായവനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവസ്ഥനിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിനെ വീണ്ടും നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു, ദൈവം കെരൂബുകളിൽ മേൽ വസിക്കുന്ന ദൈവമാണ് എന്ന് കാണുവാൻ കഴിയുന്നു. കെരൂബുകളിൽ മേൽ വസിക്കുന്ന ദൈവത്തെ യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കെരൂബുകളിൽ മേൽ വസിക്കുന്നവനായ ദൈവമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. 18-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുകയുണ്ടായി. 2 ശമൂവേൽ 22-ാം അധ്യായത്തിൽ ആ അധ്യായങ്ങളിലെല്ലാം നമ്മൾ കെരൂബുകളിൽ മേൽ വസിക്കുന്നവനായ ദൈവത്തെ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ കെരൂബിനെ നമ്മൾ കാണുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? മറ്റൊന്നുമല്ല, ദൈവസന്നിധിയിലാണ് താൻ വന്നിരിക്കുന്നത് എന്നത് എനിക്ക് മനസ്സിലാകും. കെരൂബുകളെ കാണുമ്പോൾ ദൈവത്തെ കാണുന്നു, അഥവാ ദൈവം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ എങ്ങും ദൈവത്തിൻ്റെ രൂപമോ സാദൃശ്യമോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് വളരെ സന്തോഷം
സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യം, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ നടക്കുന്ന അഥവാ ദൈവത്തോട് ചേർന്ന് വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിലെ ഒരു കാര്യമാണ് ദൈവത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഹനത്തിന്റെ വാഹകരായിട്ടുള്ള ആളുകളാണ് കെരൂബുകൾ എന്ന് കാണുവാനായിട്ട് കഴിയും. തിരുവചനം പരിശോധിക്കുമ്പോൾ കെരൂബുകളിൽ മേൽ അടിവസിക്കുന്നവനാണ് ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. കെരൂബുകളുടെ പുറത്ത് വസിക്കുന്നവൻ അഥവാ കെരൂബുകളിൽ മേൽ സഞ്ചരിക്കുന്നവനാണ് ദൈവം. ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് വരുന്ന ഒരുവൻ മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല വെള്ള ലിനൻ ശീലയ്ക്കകത്ത് 4 നൂലുകൾ ചേർത്തുണ്ടാക്കിയ മനോഹരമായിട്ടുള്ള കെരൂബുകളെ നെയ്തുണ്ടാക്കി അവിടെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, ദൈവം ഇവിടെയുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്കറിയാം, ആര് ദേവാലയത്തിൽ വന്ന് മുകളിലേക്ക് നോക്കുന്നോ അവർക്കത് കാണാൻ കഴിയുന്നത് പോലെ പീഡയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ നടുവിൽ നമുക്ക് നോക്കാൻ വേറെ ഏതാണ് ഒരു ഇടമുള്ളത്? ലോകത്തിലേക്ക് നോക്കിയാൽ, ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ, താഴോട്ട് നോക്കിയാൽ എല്ലാം നിരാശയുടെ എല്ലാ ഉത്തരങ്ങളും നൽകുന്ന സ്ഥലങ്ങളാണ് നമുക്കുള്ളത്. എന്നാൽ ഉയരത്തിലേക്ക് നോക്കുന്ന ഒരു ദൈവവേദന അറിയാം, അകത്ത പ്രത്യാശ കൊണ്ട് നിറയുകയാൽ, ഉള്ളം പ്രത്യാശ കൊണ്ട് നിറയാനിടയായിത്തീരും. ഏറ്റവും വലിയ സന്തോഷം തരുന്ന സ്ഥലം ദൈവ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പഴയ നിയമ ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവിടെ വരുമ്പോൾ ദൈവ സാന്നിധ്യം തങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. നമ്മൾ എഹെസ്കേൽ പ്രവചനം 10-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കെരൂബുകളുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ എന്നൊരു പ്രയോഗം കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഈ കെരൂബുകളുടെ തലയ്ക്ക് മീതെ അടിവസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. നമ്മൾ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ മഹത്വം അവിടെ വെളിപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ ദേവാലയത്തിലേക്ക് വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, ദൈവസഭയിലേക്ക് നാം വരുമ്പോൾ അവിടെ ആരാണുള്ളത്? അവിടെ ആരും മനുഷ്യരെ അല്ല നാം കാണാനായി പരിശ്രമിക്കേണ്ടത്. അവിടെയുള്ള മറ്റെന്തെങ്കിലും അവിടെയുള്ള പാട്ടോ അവിടെയുള്ള ആരാധനയോ മറ്റു മനുഷ്യരെയോ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ദൈവത്തെ കാണുവാനായിട്ട് കഴിയത്തില്ല. പിന്നെയോ ഉയരങ്ങളിലേക്ക് നീ നോക്കണം. ഉയരങ്ങളിലേക്ക് നോക്കുമ്പോൾ കെരൂബുകളുടെ മീതെ സഞ്ചരിക്കുന്ന ദൈവത്തെ അങ്ങരാത്മാവിൽ കണ്ടമടങ്ങുവാനായിട്ട് കഴിയും. ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ദൈവത്തിങ്കിലേക്ക് നോക്കണം. ഏത് പരിശോധനയുടെ നടുവിലും അവന് മുകളിലേക്ക് നോക്കാനായിട്ട് കഴിയും. നമുക്കറിയാം, നമ്മളെ സ്തേഫാനോസ് കല്ലേറ് കൊണ്ട് വീഴുന്ന ഭാഗം ദൈവവചനത്തിൽ അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായത്തിന്റെ 50-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ ഏറുകൊള്ളുകയാണ് താൻ എന്നുകൊണ്ട്. ആ ദൈവദാസൻ നിർദോഷിയായ മേശമേ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വിശ്വസ്തനായ നല്ല സാക്ഷ്യമുള്ള തിരുവഴുത്ത് നല്ലതുപോലെ അറിയാവുന്ന ഒരു അരിമ ശിഷ്യനായിരുന്ന കർത്താവിന്റെ സഭയിലെ ആദിമ സഭയിലെ 7 പേരെ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരുവനായിരുന്ന അവനിതാ ഏറുകൊള്ളുന്നു, അവനിതാ പീഡിപ്പിക്കപ്പെടുന്നു. ആ സമയത്ത് അവൻ എന്താണ് കാണാൻ കഴിയുന്നത്? അവൻ ചുറ്റുപാടും എറിയുന്നവരെ നോക്കുകയല്ല, അവനെ ഉപദ്രവിക്കുന്ന ആളുകളെ അവൻ ശ്രദ്ധിക്കുകയല്ല. പിന്നെയോ അവന് നോക്കാൻ ഒരിടമുണ്ട്, അത് ഉയരങ്ങളിലേക്കാണ് അവൻ നോക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ഇതാ സ്വർഗത്തേക്ക് നോക്കുമ്പോൾ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് പുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നതും അവൻ കാണുന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ പീഡയേൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പരിശോധനയിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, ഒട്ടും സ്വാതന്ത്ര്യമില്ലാതെ ഭവനത്തിന്റെ ഉള്ളറയിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്ന സഹോദരി, നിന്റെ ഈ പീഡയുടെ നടുവിൽ ചുറ്റുപാട് നിന്ന് ക്രൂരമായി അസ്ത്രങ്ങൾ ചെയ്യുന്നത് പോലെ പല വാർത്തകൾ നിന്റെ ചെവിയിൽ വന്ന് ആഞ്ഞടിക്കുമ്പോൾ, നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ മുട്ടുമടക്കാൻ ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ, അങ്ങനെ ഒരു തീരുമാനം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ നിനക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും, ദൈവത്തിന്റെ തേജസ് കാണാൻ കഴിയും.
കഴിയും. കെരൂബുകളുടെ മുകളിൽ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ആ കൊച്ചു വീട്ടിനകത്ത് അനുഭവിക്കാനായിട്ട് കഴിയും. അവൻ ചുറ്റുപാടുകളിലേക്ക് നോക്കണ്ട, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്തേഫാനോസ് മുകളിലേക്ക് നോക്കുമ്പോൾ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. ദൈവത്തിന്റെ പുത്രൻ അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പുത്രൻ അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. സകല യാഗങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തു ഇരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇതാ സ്തേഫാനോസ് ഏറുണ്ട്. അവൻ നോക്കുമ്പോൾ, ഉയരത്തിലേക്ക് നോക്കുമ്പോൾ അവൻ കാണുന്ന മറ്റൊന്നുമല്ല, അവൻ കാണുന്നത് ഉയരത്തിൽ നിൽക്കുന്നവനായ, ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നവനായ യേശുവിനെയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് എന്നെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, ഹല്ലേലൂയ, നിനക്ക് മുകളിലേക്ക് നോക്കിയാൽ ആ ദൈവത്തെ കാണുവാനായിട്ട് കഴിയും. പഴയ നിയമ ഇസ്രായേലിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചതായ ഒരു ജനത്തെ നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന്റെ 10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ സാന്നിധ്യം. ആ ദൈവം ഇറങ്ങി വന്ന ആ സീനായി മലയിലെ സംഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 24-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രക്ത ഉടമ്പടി ചെയ്തതായ ഒരു ജനത്തെ കാണുവാൻ കഴിയുന്നു. ഇസ്രായേൽ ജനത്തെ ദൈവം പ്രമാണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു എന്ന് കാണുവാൻ കഴിയുന്നു. നമ്മൾ എസ്കേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുത, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്ന ഒരു ദൈവം ഇതല്ല, ദൈവ മഹത്വം കാണുവാനായിട്ട് കഴിയും. ദൈവ മഹത്വം കാണണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരണം. ദൈവത്തിന്റെ മഹത്വം എങ്ങനെയാണ് കാണുന്നത്? നമുക്കറിയാം, യേശുക്രിസ്തു പരശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, താൻ എപ്പോഴും പോയാൽ ആ ബെഥാനി എന്ന ഗ്രാമത്തിൽ ചെന്നാൽ ഇടയ്ക്കിടയ്ക്ക് താമസിക്കുന്ന, ശിഷ്യന്മാരുമായി താമസിക്കുന്ന ഒരു വീടായിരുന്നു ലാസറിന്റെ വീട്. ആ ലാസറിന്റെ വീട്ടിലേക്ക് കർത്താവ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ സന്തോഷം. പക്ഷേ ചില ദിവസങ്ങൾക്കുള്ളിൽ അവിടെ നടന്നതായ ഒരു സംഭവത്തെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നു. യോഹന്നാൻ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു വസ്തുത, ഇവിടെ ഇതാ കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ആ ലാസറും ആ സഹോദരിമാരും ആ ഭവനത്തെ കർത്താവ് വളരെ സ്നേഹിച്ചിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നാൽ നമുക്ക് ഏറ്റവും ആ ഭാഗത്ത് നിന്ന് പഠിക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത, കർത്താവ് ലാസർ ദീനമായി കിടക്കുന്നു എന്നുള്ള ആ അറിവുണ്ടായിട്ട്, അഥവാ മറിയയും അതുപോലെ തന്നെ തൻ്റെ സഹോദരിയായ മാർത്തയും ഒരു കത്ത് കൊടുത്ത് വിട്ടിട്ടും കർത്താവ് അവിടെ തന്നെ ഇരുന്നു. കർത്താവ് അവിടെ തന്നെ ഇരിക്കുവാൻ എന്താണ് കാരണം? കർത്താവിനറിയാമായിരുന്നു, ദൈവനാമം മഹത്വപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാനാകുന്ന ദൈവം അവിടേക്ക് ചെല്ലുമ്പോൾ ദീനമായി കിടന്ന ഒരാള് സൗഖ്യമാകുകയല്ല അവിടെ നടക്കുന്നത്. രോഗികളെ സൗഖ്യമാക്കുന്നവനായ യേശുവിനെ എല്ലാവർക്കും അറിയാം. ഭൂതങ്ങളെ പുറത്താക്കുന്ന യേശുവിനെ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി തീർക്കുന്ന യേശുവിനെ എല്ലാവർക്കും അറിയാം. എന്നാൽ ദൈവനാമം മഹത്വപ്പെടണമെന്നുണ്ടെങ്കിൽ താൻ ഇരിക്കുന്ന സ്ഥലത്ത് കർത്താവ് വീണ്ടും 2 ദിവസം ഇരിക്കുകയാണ്. അല്ലയോ സഹോദരി, വളരെ പ്രാർത്ഥിച്ചിട്ടും വളരെ ഉപവസിച്ചിട്ടും ഒരു മറുപടിയുമില്ല എന്നുള്ള ഭാരത്തോടെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, യേശു കേൾക്കാതിരിക്കുകയല്ല. ലോകത്തിൽ നിന്റെ ചുറ്റുപാടും ആരും കാണാത്ത ഒരു വലിയ അത്ഭുതം നിന്റെ ഭവനത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് അത് ദൈവം അനുവദിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം ഇപ്രകാരം മൗനമായിരിക്കുന്നത്. പലപ്പോഴും ഞാനും വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് മറുപടി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടും ഒരു
മറുപടിയും ഇല്ലാത്തത്, എത്രയോ സന്ദർഭങ്ങളിൽ മറുപടിയില്ലാത്ത അനുഭവങ്ങൾ എളിയവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയോ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഒരു മറുപടിയുമില്ല, ഒരു വ്യത്യാസവുമില്ല, ഒരു ഉത്തരവുമില്ല, ഒരു ശബ്ദവുമില്ല, ഒരു ശ്രദ്ധയുമില്ലാത്ത അനുഭവങ്ങൾ എത്രയോ എളിയവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഈ ലാസറിന്റെ ജീവിതത്തിൽ ഒരു ദൈവ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ഇവിടെ ഇതാ ലാസറിന്റെ സഹോദരിയായ മാർത്തയും മറിയയും അവിടെ പറയുമ്പോൾ നമുക്ക് ആ ഭാഗം അറിയാം. അവർ പറയുകയാണ് കർത്താവ് അവളോട് പറയുകയാണ്, നീ വിശ്വസിച്ചാൽ ദൈവ മഹത്വം കാണുവാൻ കഴിയും. നീ വിശ്വസിച്ചാൽ ദൈവ മഹത്വം കാണുവാൻ കഴിയും. ദേവാലയത്തിലേക്ക് വന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന, ദൈവസഭയിലേക്ക് വന്ന് ആരാധനയിൽ വന്ന് ഹല്ലേലൂയ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിലെ നിനക്ക് ദൈവ മഹത്വം എന്താണെന്ന് അറിയണമെങ്കിൽ നീ ദേവാലയത്തിൽ വന്നേ മതിയാവൂ. ദേവാലയത്തിൽ വന്ന് മുകളിലേക്ക് നോക്കിയേ മതിയാവൂ. ദൈവസഭയിൽ വന്ന് ദൈവമുഖത്തേക്ക് നോക്കിയെങ്കിലേ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാൻ കഴിയുള്ളൂ. പലപ്പോഴും നമുക്ക് പറഞ്ഞു കേട്ടുള്ള സാക്ഷ്യങ്ങൾ നല്ല ഇഷ്ടമാണ്. പലപ്പോഴും നമ്മുടെ ഇടയിലേക്ക് വന്ന് അവരുടെ ജീവിതാനുഭവങ്ങൾ പറയുന്നത് നമുക്ക് ഇഷ്ടമാണ്, എല്ലാം സന്തോഷമാണ്, ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം നല്ലവനാണ് എന്നുള്ള കാര്യം നമുക്ക് അനുഭവമാകണമെന്നുണ്ടെങ്കിൽ ദൈവം ചില മഹത്വം എടുക്കുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം ഒരു വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ജീവനുള്ള സത്യദൈവത്തെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തു മരിച്ച 4 ദിവസമായപ്പോൾ അവിടേക്ക് ചെന്ന് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായി തീരും. ദൈവത്തിന്റെ മഹത്വം എന്താണ്? ദൈവ സാന്നിധ്യത്തിൽ ആ മഹത്വം ഇവിടെ വെളിപ്പെടുകയാണ്. മരിച്ച 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയെന്നവർ പറയുമ്പോൾ ഹല്ലേലൂയ കർത്താവ് പറയുന്നു, നാറ്റം വയ്ക്കുകയോ 4 ദിവസമാകുകയോ മരണം സംഭവിക്കുകയോ രോഗം സംഭവിക്കുകയോ ഇതൊക്കെ മാനുഷികമായ ഈ ഫിസിക്കൽ ലെവലിൽ നടന്നുകൊള്ളട്ടെ, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും അത്രേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവാത്മാ നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു, ദൈവമഹത്വം നിങ്ങളുടെ ഭവനങ്ങൾ ഇറങ്ങാൻ പോകുന്നു. ദൈവമഹത്വം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങാൻ പോകുന്നു. ദൈവമഹത്വം നിങ്ങളുടെ സഭയിൽ ഇറങ്ങാൻ പോകുന്നു. ദൈവമഹത്വം നിന്റെ ശരീരത്തിൽ ഇറങ്ങാൻ പോകുന്നു. ദൈവമഹത്വം നമ്മുടെ കൂട്ടായ്മകളിൽ ഇറങ്ങാൻ പോകുന്നു. 3, 4, 5 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ആ സഹോദരിമാരുടെ ആ കൂട്ടത്തിനകത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങാൻ പോകുന്നു. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി, നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങാൻ പോകുന്നു. കെരൂബുകൾ അവിടെ കാണുമ്പോൾ ദൈവ മഹത്വത്തെയാണ് കാണുവാൻ കഴിയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കെരൂബുകളെ കാണുമ്പോൾ അതിന്റെ തലയ്ക്ക് മീതെ ഒരു ദൈവം കൂടെ ഇറങ്ങി വരുന്നുണ്ട്, ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. ഈ നാളുകളിൽ ആഗ്രഹിക്കുമോ, ദൈവമേ എൻ്റെ ഭവനത്തിൽ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങണം, പ്രാർത്ഥിക്കുന്ന ഉൾമുറിയിൽ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങണം, എൻ്റെ പൈതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങണം, വഴി വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആ യൗവനക്കാരനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലയോ മാതാവേ, ദൈവാത്മാ നിന്നോട് പറയുന്നു, അവന്റെ കിടക്കയിൽ ചെന്ന് കവിണ്ണ് കിടന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊള്ളുക, അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങും. ദൈവത്തിന്റെ മഹത്വം അവന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ രൂപാന്തരത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങുന്നു. അവന്റെ ജീവിതമാകപ്പാടെ തിരിയാൻ തുടങ്ങുന്നു. ജീവിതമാകപ്പാടെ മാറ്റിമറിയപ്പെടാൻ പോകുന്നു. അല്ലയോ സഹോദരി, ദൈവാത്മാവ് നിന്നോട് പറയുന്നു, ആ പൈതലിനെ കുറിച്ച് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ആ ചെറുപ്പക്കാരിയെ കുറിച്ച് നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കാനല്ല. ദൈവത്തിന്റെ സാന്നിധ്യം അവൾ പഠിക്കുന്ന ആ സ്ഥാപനത്തിൽ ഉണ്ടാകുവാൻ നീ പ്രാർത്ഥിക്കുക. ദൈവ മഹത്വം
വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീരും. ദൈവമഹത്വ നാളുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യമായി നമ്മുടെ ഇടയിൽ വെളിപ്പെടുമാറാകട്ടെ. ദൈവമഹത്വം പോയ ധാരാളം സംഭവങ്ങൾ ദൈവവചനത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്കറിയാം, ആമേൻ, ഇസ്രായേലിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പോയ സംഭവങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. ഏലിയുടെ കാലത്ത് ദൈവമഹത്വം ഇസ്രായേലിനെ പോകാനിടയായി തീർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശമൂവേല് ദൈവത്തിന്റെ പ്രവാചകനായി മാറുകയാണ് ഈ നാളുകളിൽ. അതുകൊണ്ട് ദൈവമഹത്വം നമ്മുടെ ഇടയിൽ നിന്ന് പോകാതിരിക്കുവാൻ ഈ അന്ത്യ കാലഘട്ടങ്ങളിൽ എത്ര പേർ ശക്തിയോടെ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കും? ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മറ്റെന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് അത് വളരെ പരിതാപകരമായ ജീവിതമാണ്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേലിൽ നിന്ന് ദൈവമഹത്വം പോകുവാൻ യെഹെസ്കേൽ പ്രവചനം 8-ാം അധ്യായം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. അവിടെ വിവിധ സമയങ്ങളിലായിട്ട് ദൈവമഹത്വം വിട്ടുപോകുന്നത് കാണുവാൻ കഴിയും. ദൈവമഹത്വം ആ ദേവാലയത്തിന്റെ പടിവാതിൽക്കൽ ചെന്ന് നിൽക്കുന്നത് കാണാൻ കഴിയും. കുറെ കാലം കഴിയുമ്പോൾ ദേവാലയത്തിന്റെ ഭൂമുഖത്തേക്ക് വന്ന് നിൽക്കുന്നത് കാണാൻ കഴിയും. അതിനുശേഷം ദേവാലയത്തിൽ നിന്ന് ഇതാ ദൈവമഹത്വം എന്നേക്കുമായി പോകാനിടയായി തീർന്നു. എന്നാൽ ദൈവമഹത്വം പഴയ നിയമത്തിൽ പോയെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവമഹത്വം ഇതാ വന്നിരിക്കുന്നു. അത് മറ്റെങ്ങുമല്ല, ആദ്യമേ അപ്പോസ്തലന്മാർ കൂടിയിരുന്ന 120 പേര് കൂടിയിരുന്നു കൊണ്ട് ആ മർക്കോസിന്റെ മാളിമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിൽ ദൈവ തേജസ്സിന്റെ ആ മഹത്വം ഇറങ്ങി വരാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്നത് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്ന് വായിക്കാൻ കഴിയുന്നു. പഴയ നിയമ ദേവാലയത്തിനകത്ത് ഇതാ ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന് മുകളിൽ മാത്രം നിന്നിരുന്ന ദൈവത്തിന്റെ തേജസ് ഇപ്പോൾ അങ്ങനെയല്ല. ലക്ഷക്കണക്കിന് ആളുകൾ പുറകിൽ വന്ന് കാത്തു നിന്നാലും ആ ദൈവത്തിന്റെ തേജസ്സിനെ അവർക്ക് കാണാൻ കഴിയത്തില്ലായിരുന്നു. വലിയ മറശീലയിട്ടിരിക്കുന്നു, വലിയ തിരശീലയിട്ടിരിക്കുന്നു. എല്ലാവർക്കും അങ്ങോട്ട് കയറി ചെല്ലാൻ അവകാശമില്ല. മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ കയറി ചെല്ലാം. അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആരെങ്കിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മഹാപുരോഹിതനായിരിക്കും. അങ്ങനെയുള്ള മഹാപുരോഹിതൻ അത് കണ്ടുകൊണ്ട് ഇരുന്നാൽ എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? അങ്ങനെയുള്ള വലിയ പ്രയോജനമില്ല. എന്നാൽ നമുക്കിവിടെ സന്തോഷിക്കാൻ വക നൽകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതാ ദൈവമഹത്വം ഇറങ്ങി വന്നപ്പോൾ അത് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഓരോ വ്യക്തികളുടെ മേൽ പെന്തക്കോസ്ത് നാളിൽ പകർന്ന ദൈവമഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ അത് പതിയുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ തീ വഹിച്ചുകൊണ്ട് നടക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ദൈവ മഹത്വമായിട്ട് കയറി ചെല്ലാം. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ദൈവ മഹത്വമായിട്ട് കടന്നു ചെല്ലാം. നിങ്ങൾ ആരാധനയ്ക്കായി ഞായറാഴ്ച രാവിലെ ഒരുങ്ങി വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവിടെ ചെന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കാം എന്ന് വിചാരിച്ചൊരിക്കലും പോകരുത്. പിന്നെയോ വീട്ടിൽ വെച്ച് തന്നെ അബ്രഹാം ചെയ്തതുപോലെ വിറക് കീറി എടുത്തും കൊണ്ട് യാഗത്തിനുള്ള ഒരുക്കത്തോടൊന്ന് പോയി നോക്കിക്കേ. അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ അഗ്നിയാൽ നിങ്ങൾ അഭിഷിക്തരായി മാറാനിടയായി തീരും. ഓരോരുത്തന്റെ മേൽ ആ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായതായിട്ട് വായിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ എന്താണ് ആവശ്യം? ദൈവ സാന്നിധ്യത്തിന് മഹത്വമാണ് ആവശ്യം. ദൈവ മഹത്വത്തോടെ നമുക്ക് ജീവിക്കാം. ഓരോരോ സ്ഥലങ്ങളിൽ ആമേൻ ദൈവ മഹത്വം. നമ്മുടെ ഭവനങ്ങൾ ദൈവ മഹത്വം കൊണ്ട് നിറയട്ടെ. നമ്മുടെ ബെഡ്റൂമുകൾ ദൈവ മഹത്വം കൊണ്ട് നിറയട്ടെ. നമ്മുടെ കിച്ചണുകൾ ദൈവ മഹത്വം കൊണ്ട് നിറയട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരു കൂടാരമായിരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം
ദൈവത്തിന്റെ സാന്നിധ്യം അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇറക്കി തരുവാൻ ദൈവം മതിയായവനായ ദൈവമാണ്. എവിടെ ആയിരുന്നാലും ആ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. തേലിലിരുന്നു കൊണ്ട് ആ യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ മരുഭൂമിയിലോട്ട് പോകാനായി, നിർജ്ജന പ്രദേശത്തോട്ട് പോകാനായി ഫിലിപ്പോസിനോട് ദൈവാത്മാവ് പറയുമ്പോൾ, അഥവാ ദൈവം അവനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവനൊരു ചോദ്യവും ചോദിച്ചില്ല. കാരണം അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു ദൈവ സാന്നിധ്യം അവിടേക്കുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവിടുന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങും. അതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുമോ? അതിനായി ആകാംക്ഷയോടെ പ്രാർത്ഥിക്കുമോ? അതിനായി ഉപവസിച്ച ദൈവസ്ഥനെ കാത്തിരിക്കുമോ? അതിനായി ദൈവസ്ഥനിധിയിൽ വളരെ നാളുകൾ ദൈവസ്ഥനയെ പ്രാർത്ഥിച്ചാട്ട് കർത്താവ് നാളുകളിൽ നിങ്ങളെല്ലാവരെയും സഹായിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ദൈവത്തിന് നന്ദി കരയറ്റണം. കർത്താവിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ ദൈവ സാന്നിധ്യം ചുമക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന്റെ വാഴ്വുകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഭവനങ്ങളിൽ മേൽ വാഴുമാറാകട്ടെ.